ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത്സ് ഇൻറ്റീരിയർ ആണ്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എർത്ത്സ് ഇൻറ്റീരിയർ. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. എർത്തിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ ക്രസ്റ്റ്, ദെൻ മാൻഡിൽ, ദെൻ കോർ. ഇത് മാത്രമേ അറിയുണ്ടാവുള്ളൂ മിക്ക ആൾക്കാർക്കും. മിക്ക സ്റ്റുഡൻസിന് ഇതന്നെ അറിയുണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഉണ്ട്. ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് 2 ലെയറായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതാണ് അത് 2 ലെയറിൻ്റെ പേരാണ് ഫെൽസിക് ആൻഡ് മാഫിക്. ഓക്കെ, ഫെൽസിക് ലെയർ ആൻഡ് മാഫിക് ലെയർ. ഓക്കെ, അപ്പോൾ അപ്പർ ക്രസ്റ്റിനെ ഫെൽസിക് എന്നും ലോവർ ക്രസ്റ്റിനെ മാഫിക് എന്നും നമ്മൾ പറയും. അതിൻ്റെ ആ ആ സെപ്പറേഷൻ, ആ ഒരു ബൗണ്ടറി സെപ്പറേഷൻ പറയുന്ന പേരാണ് കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ദെൻ നമുക്ക് എന്താണ് ലിത്തോസ്ഫിയർ എന്ന് നോക്കാം. ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ റിജിഡ് ആണ്. ഓക്കെ, റിജിഡ് പോർഷൻ ആണ്, കൂളറാണ്. ക്രസ്റ്റ് ലിത്തോസ്ഫിയറിൽ പെടും. അതുപോലെ അപ്പർ മാൻഡിലിൻ്റെ അപ്പർ പോർഷനും എവിടെ വരും? ഈ ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം റിജിഡ് ആണ്, റിജിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പിന്നെ കൂളറാണ്. ഓക്കെ, അതും ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം, റിജിഡ് ആൻഡ് കൂളർ. ഓക്കെ, ഈ ക്രസ്റ്റ് കഴിഞ്ഞ് താഴേക്കുള്ള പോർഷൻ ലോവർ പാർട്ട് ഓഫ് അപ്പർ മാൻഡിൽ എന്നാ പറയാം. ഓക്കെ, ലോവർ പാർട്ട് ഓഫ് അപ്പർ മാൻഡിൽ, ഇതാണ് അപ്പർ മാൻഡിൽ. അതിൻ്റെ ലോവർ പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇതാണ് ലോവർ പാർട്ട് ഓഫ് അപ്പർ മാൻഡിൽ. അതാണ് ആര്? ആസ്തനോസ്ഫിയർ. ഓക്കെ, അതാണ് ആസ്തനോസ്ഫിയർ. ഈ അപ്പർ മാൻഡിലും അതുപോലെ ക്രസ്റ്റും തമ്മിലുള്ള ബൗണ്ടറി. ഓക്കെ, അപ്പർ മാൻഡിലും ക്രസ്റ്റും തമ്മിലുള്ള ഈ ഒരു ബൗണ്ടറി, ആ ബൗണ്ടറിയാണ് മോഹോ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും, ഓക്കെ, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും തമ്മിലുള്ളൊരു സെപ്പറേഷൻ, ആ ബൗണ്ടറിയാണ് റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, റെപ്പിറ്റീവ് ഡിസ്കണ്ടിന്യൂറ്റി. അതുപോലെ ലോവർ മാൻഡിലും ഔട്ടർ കോറും തമ്മിലുള്ള ബൗണ്ടറിയാണ് നമുക്ക് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. അതുപോലെ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള ബൗണ്ടറിനെ ലെവ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയാം. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്രസ്റ്റ് മെയ്ഡപ്പ് ഓഫ് സയൽ എന്ന് പറയുമ്പോൾ സിലിക്ക ആൻഡ് അലുമിനിയം. അതുപോലെ മാൻഡിൽ സിമ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ എന്ന് പറയുമ്പോൾ സിലിക്ക ആൻഡ് മാഗ്നീഷ്യം. ദെൻ കോർ എന്ന് പറയുമ്പോൾ നിഫൈൻ, നമുക്കറിയാം നിക്കൽ ആൻഡ് അയൺ അല്ലേ. കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എല്ലാവർക്കും അറിയണമെന്നില്ല, ബാച്ചിലർ സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം. ദെൻ ലിത്തോസ്ഫിയർ നമ്മൾ പറഞ്ഞു. ഇനി മെസോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഇതിനെ പറയുന്നതാണ് മെസോസ്ഫിയർ. അതുപോലെ മെസോസ്ഫിയറും ബാരിസ്ഫിയറും കൂടിയിട്ട് വിളിക്കുന്നതാണ് പൈറോസ്ഫിയർ. ഓക്കെ, പൈറോസ്ഫിയർ എന്ന് പറയും. ഞാൻ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, പൈറോസ്ഫിയർ. മെസോസ്ഫിയറിനെയും ബാരിസ്ഫിയറിനും ഒന്നിച്ച് ഉള്ളൊരു മൊത്തത്തിലൊരു ലെയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് പൈറോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ ബാരിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഔട്ടർ കോറും ഇന്നർ കോറും. ഇപ്പോൾ ആകെ മിക്സ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റി മാത്രം പറയുകയാണെങ്കിൽ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ അപ്പർ ക്രസ്റ്റും ലോവർ ക്രസ്റ്റും അതിൻ്റെ സെപ്പറേഷനെ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ദെൻ ക്രസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? മാൻഡിലാണ് അല്ലേ. അപ്പോൾ ക്രസ്റ്റും മാൻഡിലും തമ്മിലുള്ള ബൗണ്ടറിനെ മോഹോ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ മാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻഡിൽ തന്നെ അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഉണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ബൗണ്ടറിനെ റിപ്പീറ്റഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ലോവർ മാൻഡിലും ഔട്ടർ കോറും ഇത് തമ്മിലുള്ള സെപ്പറേഷന് ഗുട്ടൻബർഗ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. അപ്പോൾ ഔട്ടർ കോറും ഇന്നർ കോറും തമ്മിലുള്ള ബൗണ്ടറിനെ ലെവ്മാൻ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ദെൻ നമുക്കറിയാം ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ റിജിഡ് ആണ്, കൂളറാണ്. അതിൻ്റെ താഴെയുള്ള ആസ്തനോസ്ഫിയർ ഇത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. അതുപോലെ നല്ല ഹൈ ടെമ്പറേച്ചർ ആണ്, ഓൾമോസ്റ്റ് 1300 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആസ്തനോസ്ഫിയറിൽ ടെമ്പറേച്ചർ വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാം, യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.